ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ട് വളരെ എളുപ്പത്തിലിട്ട് ഒരു 5 മിനിറ്റൊക്കെ മതി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കൂൺ വരട്ടിയതാണ്. മഷ്റൂം വരട്ടിയത് അല്ലെങ്കിൽ മഷ്റൂം റോസ്റ്റ് എന്നും പറയാം. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. പിന്നെ അതുപോലെ തന്നെ ചോറിനൊപ്പം ചപ്പാത്തിക്കും ഒപ്പമൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 200 മുതൽ 250 ഗ്രാം വരെ എടുക്കാം. അപ്പോൾ ഇനി ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ക്ലീൻ ചെയ്യുന്നതൊന്ന് പറഞ്ഞു തരാം. ഇതേപോലെ ഇതിൻ്റെ ആ മീദത്തെ തൊലി ഇതേപോലെ ഒന്ന് ചീന്തിക്കളയുക. ഇത് വേണമെന്നില്ല, ഓപ്ഷനിലാണ്. ഞാൻ സാധാരണ നല്ല ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ മീത വഴുവഴുപ്പ് തോന്നുകയാണെങ്കിൽ മാത്രം ഇതിൻ്റെ മീദത്തെ തൊലി കളയാം. അല്ലെങ്കിൽ തൊലി കളയാതെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ക്ലീൻ ചെയ്താലും മതി. ഇനിയിപ്പോൾ ഇത് രണ്ടും ചെയ്യാതെ ആയാലും ഒരു കുഴപ്പമില്ല, എടുക്കാവുന്നതാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് അതിൻ്റെ മീദത്തെ തൊലി കളയണം എന്നുണ്ടാവും. അപ്പോൾ തൊലി കളയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതിൻ്റെ അടിയിലത്തെ തണ്ട് നമ്മൾ പൊട്ടിച്ച് മാറ്റിയിട്ട് ഇതേപോലെ ഇതിലത്തെ തൊലി കളയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് മഷ്റൂമൊക്കെ ആകുമ്പോൾ ഞാൻ സാധാരണ തൊലി കളയാറില്ല. അപ്പോൾ തൊലി കളയണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചത് കേട്ടോ. ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. പിന്നെ നല്ല വെള്ളത്തിലൊന്ന് കഴുകണം. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ മഷ്റൂം ആണെങ്കിൽ 2ആയിട്ട് മുറിച്ചാൽ മതി. വളരെ വലുതാണെങ്കിൽ ഇതേപോലെ 4ആയിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ തണ്ടും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക കേട്ടോ. മഷ്റൂം വാങ്ങിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം എത്രയും പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിൽ കൂടുതൽ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കരുത്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വല്ലാത്തൊരു കറുത്ത കളറും വരും. പിന്നെ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് പോവും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കുറയും കേട്ടോ. ഇനി ഇതിലേക്കൊരു മസാല പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്കൊരു 3 അല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 4-5 അല്ലി ചുവന്നുള്ളി കേട്ടോ. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറും കൂടിയിട്ടുള്ള മുളക് പൊടിയാണ്. അത് കാരണം കുറച്ച് എരിവുണ്ട്, കുറച്ച് സ്പൈസിയാണ്, കുറച്ച് കളറും ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണിനൊക്കെ കുറവ്, അതായത് 12 മണിയൊക്കെ കുരുമുളക്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. പിന്നെ ഒരു ചെറിയ തക്കാളി, പുളി ഉള്ളതാണെങ്കിൽ ഒരു പകുതി തക്കാളിയെ ചേർക്കാവൂ. കാരണം ഇതിൽ പെട്ടെന്ന് പുളി വല്ലാതെ പിടിക്കും. അത് കാരണം പുളിയുള്ള തക്കാളിയാണെങ്കിൽ ഒരു പകുതി തക്കാളി ചേർത്താൽ മതി. അധികം പുളി ഇല്ലാത്തതാണെങ്കിൽ ഒരു ചെറിയ തക്കാളി ചേർക്കുക. ഒരു മീഡിയം സൈസുള്ള തക്കാളി വരെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 5-6 കറിവേപ്പില കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട. തക്കാളി ചേർത്ത കാരണം അതിലുള്ള വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഈ മഷ്റൂമിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് 5 മിനിറ്റ് വയ്ക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും ഞാൻ ഇതിൻ്റെ മീതെ ഇടുന്നുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. പച്ചമുളക് ഇതിൽ അരയ്ക്കുന്നില്ല, അപ്പോൾ എരിവ് കൂടി പോവും. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആ പച്ചമുളകും കറിവേപ്പില അതിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി ഇടുക. എന്നിട്ട് ഈ മഷ്റൂം പേസ്റ്റ് ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. മഷ്റൂമിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വരും. ഇത് തിള വരുമ്പോൾ ഇത് അടച്ചു വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. ഞാൻ മീഡിയം ഫ്ലെയിം എന്ന് പറയാൻ കാരണം മഷ്റൂമിൽ അധികം വെള്ളമുണ്ട്. അപ്പോൾ വല്ലാതെ ഇങ്ങനെ വാട്ടറിയാവും. അപ്പോൾ നമുക്കത് വറ്റിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. മീഡിയം ഫ്ലെയിമിലാവുമ്പോൾ അത് പെട്ടെന്ന് വേവും ചെയ്യും. അതിനുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് എണ്ണ തെളിയും ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, എണ്ണയൊക്കെ മീതിങ്ങനെ തെളിഞ്ഞിട്ട് നന്നായിട്ട് കുറുകിയ ഗ്രേവി പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആയാലും നല്ല ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ഡ്രൈ ആക്കിയിട്ട് വരട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറുകിയ ഗ്രേവി ആക്കുകയാണെങ്കിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ആ പച്ച ചുവയ്ക്കൊന്ന് മാറുന്നവരെ വേവിക്കണം കേട്ടോ. കൂടുതൽ ടേസ്റ്റ് ഇതിങ്ങനെ വരട്ടി എടുക്കുമ്പോഴാണ്, അതായത് വെള്ളം വറ്റിച്ച് വരട്ടി എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റണം. മഷ്റൂം പെട്ടെന്ന് വേവുന്നതാണ്. അത് കാരണം കുറേ നേരം ഇട്ടിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 4 അല്ലെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ ധാരാളമാണ് കേട്ടോ. ഞാൻ ആദ്യമേ ചേർത്ത ഉപ്പൊക്കെ പാകമാണ്. അത് കാരണം പിന്നീട് ഉപ്പ് ചേർക്കുന്നില്ല. ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പുളിയുള്ള തക്കാളിയാണെങ്കിൽ കുറച്ചേ ചേർക്കാവൂ, അധികം ചേർക്കരുത് കേട്ടോ.
ഞാൻ ചേർത്തത് നല്ല പഴുത്ത തക്കാളിയാണ്, അപ്പോൾ അധികം പുളിയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതിനി ഇങ്ങനെ വരട്ടിയെടുക്കണം. അപ്പോൾ വെള്ളം ഇത്രയും വറ്റി, ഇനി കുറച്ചും കൂടി ഒന്ന് വറ്റി വരാണ്ട്. ഇത്രയും ആവുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക, കുറച്ചും കൂടി നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, എണ്ണയ്ക്ക് ഇങ്ങനെ നന്നായി തെളിഞ്ഞ് നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മഷ്റൂം ഇഷ്ടമില്ലാത്തവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, നല്ല വരട്ടിയിട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടമാവും. വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 ഒക്കെ നമുക്ക് പൊതുവേ ഫുഡിൽ നിന്ന് കിട്ടാൻ വളരെ പാടാണ്. നോൺ വെജിറ്റേറിയൻ ഫുഡിലാണ് അധികം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വെജിറ്റേറിയൻ ഫുഡിൽ നിന്ന് കിട്ടാൻ ഏറ്റവും എളുപ്പം ഇത് മഷ്റൂമൊക്കെ കഴിക്കുകയാണ്. അതേപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആണ് മഷ്റൂം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ. താങ്ക്